ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. IPLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇന്നലെ പ്രമുഖ മാധ്യമമായ ക്രിക്ക് ബസ് IPLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലേഖനം പബ്ലിഷ് ചെയ്തിരുന്നു. ചില അപ്ഡേറ്റുകൾ അതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇന്ത്യൻ പേസറായ മുഹമ്മദ് ഷാമിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഓപ്ഷനിൽ 10 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു SRH ഷാമിയെ സ്വന്തമാക്കിയത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മോശം പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അതായത് 6 വിക്കറ്റുകൾ മാത്രമാണ് 9 മത്സരങ്ങളിൽ നിന്നും ഷാമി വീഴ്ത്തിയിട്ടുള്ളത്. ഇക്കോണമി റേറ്റ് ആയിക്കൊണ്ട് വരുന്നത് 11 ആയിരുന്നു. മാത്രമല്ല, പഞ്ചാബിനെതിരെയുള്ള ഒരു മത്സരത്തിൽ 4 ഓവറുകളിൽ നിന്ന് 75 റൺസ് അദ്ദേഹം വഴങ്ങി എന്ന് പറയുമ്പോൾ IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ രണ്ടാമത്തെ ബൗളിംഗ് സ്പെല്ല് അതായി മാറിയിരുന്നു. അങ്ങനെ ഷാമി മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ നടത്തിയിരുന്നത്. എന്നാൽ ഷാമിക്ക് ഡിമാൻഡുകൾ ഏറെയാണ്. അതായത് 3 ഫ്രാഞ്ചൈസികൾ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി SRHനെ സമീപിച്ചു എന്നാണ് ഇപ്പോൾ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KKR, LSG, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവർക്ക് ഈ താരത്തിൽ താല്പര്യമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ SRH തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. അതായത് ഈ താരത്തെ കൈവിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. താരത്തെ ട്രേഡ് ചെയ്യാൻ SRH വിമുഖത കാണിച്ചു എന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം വരുന്ന സീസണിലും ഷാമി SRHനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. സമീപകാലത്ത് മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ IPLിലെ ആ ഒരു മോശം പ്രകടനത്തിൽ നിന്നും ഷാമിക്ക് കരകയറേണ്ടതുണ്ട്. വരുന്ന സീസണിൽ അതിന് താരത്തിന് സാധിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് SRH ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ആ ഒരു താരത്തിൽ വിശ്വാസം വെച്ച് പുലർത്തുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.